ഓം ശ്രീ ഗുരുഭ്യോ നമ. ജ്യോതിർഗമ ചാനലിലേക്ക് ഏവർക്കും സ്വാഗതം. ഇനി ഞാൻ ചർച്ച ചെയ്യുന്നത് 2026 മാർച്ച് 21 മുതൽ കുംഭരാശിയിൽ വക്രത്തിൽ സഞ്ചരിക്കുന്ന ബുധഗ്രഹം വക്രസ്ഥിതി മാറി നേർസഞ്ചാരത്തിലാകുന്നതിൻ്റെ ഗുണഫലങ്ങൾ എന്തൊക്കെയാകും എന്നുള്ളതിനെ പറ്റിയാണ് ചർച്ച ചെയ്യുന്നത്. കഴിഞ്ഞ ഫെബ്രുവരി 3 ബുധഗ്രഹം ഈ കുംഭരാശിയിൽ വന്നത്. ആ ബുധഗ്രഹം ഫെബ്രുവരി 26 മുതൽ വക്രത്തിൽ സഞ്ചരിച്ചുകൊണ്ടിരിക്കുകയാണ് കുംഭരാശിയിൽ. മാർച്ച് 21 മുതൽ ആ കുംഭരാശിയിൽ വക്രത്തിൽ സഞ്ചരിക്കുന്ന ബുധഗ്രഹം വക്രഗതി മാറി നേർസഞ്ചാരത്തിൽ ആകുന്നുണ്ട്. അപ്പോൾ ആ ബുധൻ നേർസഞ്ചാരത്തിലാകുന്ന സമയത്ത് മിഥുനം രാശിയിൽ ഗുരുഗ്രഹം വക്രസ്ഥിതി മാറി മാർച്ച് 11 മുതൽ നേർസഞ്ചാരത്തിലാണ്. അപ്പോൾ ആ നേർസഞ്ചാരത്തിലായ ഗുരുഗ്രഹം കുംഭരാശിയിൽ നേർസഞ്ചാരത്തിലാകുന്ന ആ ബുധനെ ദൃഷ്ടി ചെയ്യുന്ന സമയം കൂടിയാണ്. അപ്പോൾ പൊതുവെ നമുക്ക് കമ്മ്യൂണിക്കേഷൻ അതുപോലെ പഠനം, അതുപോലെ ബിസിനസ്, അതുപോലെ നമ്മുടെ സ്പെക്കുലേറ്റീവ് ആയിട്ടുള്ള ട്രാൻസാക്ഷൻ, ഓഹരി വിപണിയിൽ ആയിട്ട് ബന്ധപ്പെട്ടുള്ള പ്രവർത്തനങ്ങൾ, മണി ട്രാൻസാക്ഷൻ, ഇവയിലൊക്കെ വന്ന ആ മാന്ദ്യാവസ്ഥ അല്ലെങ്കിൽ അവയിൽ വന്ന അനിശ്ചിതത്വം, അവയിൽ വന്ന കൺഫ്യൂഷൻ, ഇവയൊക്കെ മറികടക്കുന്നതിനും അതുപോലെ ഈ ഏരിയകളിലൊക്കെ തന്നെ കറക്റ്റായിട്ടുള്ള തീരുമാനവും എടുക്കുന്നതിനും ആശാവകമായിട്ടുള്ളൊരു മുന്നേറ്റം ഈ മേഖലയിൽ കൊണ്ടുവരുന്നതിനും ആ ബുധൻ്റെ കുംഭരാശിയിലെ നേർസഞ്ചാരം വഴിതെളിക്കും. മാത്രമല്ല ബുധനും ഗുരുവൊക്കെ 2 ഗ്രഹങ്ങളും വക്രത്തിലാണ് അടുത്ത കാലത്ത് സഞ്ചരിച്ചുകൊണ്ടിരുന്നത്. അപ്പോൾ ഈ 2 ഗ്രഹങ്ങളും നേർസഞ്ചാരത്തിലാകുക എന്ന് പറയുമ്പോൾ പൊതുവെ നമുക്ക് ഏത് വിഷയത്തെപ്പറ്റി നമുക്ക് പഠിക്കുന്നതിനും അവയെപ്പറ്റി ആഴത്തിൽ അപഗ്രഹിക്കുന്നതിനും അതിന്മേൽ നമുക്ക് കറക്റ്റ് തീരുമാനമെടുക്കുന്നതിനും ആ ബുധൻ്റെയും ഗുരുവിൻ്റെയും നേർസഞ്ചാരം വഴിതെളിക്കും. അപ്പോൾ എങ്ങനെയായിരിക്കും ഈ ബുധൻ്റെ കുംഭരാശിയിലെ വക്രസ്ഥിതി മാറിയുള്ള നേർസഞ്ചാരം ഓരോ കൂറുകാരെയും ലഗ്നക്കാരെയും സ്വാധീനിക്കുന്നത് എന്ന് നോക്കാം. ഈ വീഡിയോയിൽ ചിങ്ങം, കന്നി, തുലാം, വൃശ്ചിക കൂറുകാർക്കും ലഗ്നക്കാർക്കും ബുധൻ്റെ കുംഭരാശിയിലെ വക്രസ്ഥിതി മാറി നേർസഞ്ചാരത്തിലാകുന്നത് ഏത് രീതിയിൽ സ്വാധീനിക്കും നോക്കാം. ഇപ്പോൾ ആദ്യമായിട്ട് നമുക്ക് ചിങ്ങക്കൂറുകാർക്കും ചിങ്ങ ലഗ്നക്കാർക്കും, അതായത് മകം, പൂരം, ഉത്തര നക്ഷത്രത്തിൻ്റെ ആദ്യപാദത്തിൽ പെടുന്നവർക്ക് ബുധൻ്റെ നേർസഞ്ചാരം ഏത് രീതിയിൽ സ്വാധീനിക്കും നോക്കാം. ഇപ്പോൾ ചിങ്ങക്കൂറുകാരെന്ന് പറയുമ്പോൾ ഈ ചിങ്ങക്കൂറുകാർക്ക് 2ഉം 11ഉം ഭാവാധിപനാണ് ബുധൻ. 2ഉം 11ഉം ഭാവാധിപനായിട്ടുള്ള ബുധൻ ഇപ്പോൾ 7 വക്രത്തിൽ സഞ്ചരിച്ചുകൊണ്ടിരിക്കുകയാണ്. മാർച്ച് 21 മുതൽ ആ ബുധൻ 7ാം ഭാവരാശിയിൽ വക്രസ്ഥിതി മാറി നേർസഞ്ചാരത്തിലാകുകയാണ്. അപ്പോൾ 7ാം ഭാവം എന്ന് പറയുമ്പോൾ തന്നെ നമുക്ക് വിവാഹത്തിൻ്റെ ഭാവം എന്ന് പറയാം, അതുപോലെ നമ്മുടെ ദാമ്പത്യ ബന്ധത്തിൻ്റെ ഭാവം എന്ന് പറയാം, ബിസിനസ് റിലേഷൻഷിപ്പിൻ്റെ ഭാവമാണ്. അപ്പോൾ പൊതുവേ നമുക്ക് ബിസിനസ് പാർട്ട്ണർഷിപ്പിൽ പാർട്ട്നേഴ്സ് തമ്മിൽ എന്തെങ്കിലുമൊക്കെ ഇഷ്യൂസ് നിലവിലുണ്ടെങ്കിൽ ആ ഇഷ്യൂസൊക്കെ മാറുന്നതിനും ബിസിനസ്സിൽ നമുക്ക് കറക്റ്റ് തീരുമാനം എടുക്കുന്നതിനും ഒക്കെ വന്ന കാലതാമസം അല്ലെങ്കിൽ ആ കറക്റ്റ് തീരുമാനമെടുക്കുന്നതിൽ ഉണ്ടായ തടസ്സങ്ങൾ ഒക്കെ നമുക്ക് മാറിക്കിട്ടും. അതുപോലെ തന്നെ ബിസിനസ് റിലേറ്റഡ് ആയിട്ടുള്ള കരാറുകൾ കിട്ടുന്നതിനുള്ള തടസ്സങ്ങളും മാറും. അപ്പോൾ നമുക്ക് ബിസിനസ് നെഗോഷിയേഷനൊക്കെ സ്മൂത്താകും. നമുക്ക് പുതിയ കരാറുകളിൽ ഒപ്പിടാനുള്ള ഒരു സാഹചര്യങ്ങളൊക്കെ വരും. ബിസിനസ് ഡിസിഷൻ പ്രോപ്പറായിട്ടുള്ള ബിസിനസ് ഡിസിഷൻ എടുക്കുന്നതിന് ആ ബുധൻ്റെ 7ാം ഭാവരാശിയിലെ നേർസഞ്ചാരം വഴിതെളിക്കുമെന്ന് പറയാം. അപ്പോൾ നമുക്ക് മിസ്കമ്മ്യൂണിക്കേഷൻ കൊണ്ട് നമ്മുടെ റിലേഷൻഷിപ്പിൽ എന്തെങ്കിലും ഇഷ്യൂസ് വന്നിട്ടുണ്ടെങ്കിൽ ആ ഇഷ്യൂസൊക്കെ പരിഹരിക്കും എന്ന് പറയാം. ഫാമിലി റിലേറ്റഡ് ആയിട്ടുള്ള ഇഷ്യൂസ്, മാരിറ്റൽ റിലേറ്റഡ് ആയിട്ടുള്ള പ്രോബ്ലംസ്, ഇവയൊക്കെ നമുക്ക് പ്രത്യേകിച്ച് നല്ല കമ്മ്യൂണിക്കേഷനിലൂടെ നമുക്ക് അത് ചർച്ച ചെയ്ത് പരിഹരിക്കാനാകും സമയം എന്ന് പറയാം. അതേസമയം നമുക്ക് ഈ ഇന്ദ്രിയ സുഖങ്ങൾക്കായിട്ട് ഈ പണം വേസ്റ്റ് ചെയ്യാതിരിക്കാനുള്ള ഒരു കരുതൽ ഈ കൂറുകാരുടെ ഭാഗത്ത് വേണം. ചിലർക്ക് വിദേശ യാത്രകൾക്കോ അല്ലെങ്കിൽ വിദേശ ബിസിനസ് നടത്തുന്നതിലോ ഒക്കെ വന്ന തടസ്സങ്ങൾ അല്ലെങ്കിൽ പ്രശ്നങ്ങൾ അവയൊക്കെ മാറിക്കിട്ടും. കൺസൾട്ടൻസി വർക്കിലൊക്കെ വന്ന തടസ്സങ്ങൾ മാറിക്കിട്ടും. അതുപോലെ ഈ മണി
സാമ്പത്തികമായിട്ട് നമുക്ക് നേട്ടം ഉണ്ടാകും. സാമ്പത്തിക സ്ഥിരത പ്രതീക്ഷിക്കാവുന്ന സമയമായിട്ട് കാണുക. ജീവിത പങ്കാളി വഴിയൊക്കെ സാമ്പത്തിക നേട്ടങ്ങൾ പ്രതീക്ഷിക്കാവുന്ന സമയമാണ്. അതുപോലെ ഈ 11ാം ഭാവാധിപനും കൂടിയാണ് ബുധൻ. പ്രത്യേകിച്ച് ബുധൻ 2ഉം 11ഉം ഭാവാധിപനാണ്. അപ്പോൾ 11ാം ഭാവാധിപനായിട്ടുള്ള ബുധൻ ആ ഭാവത്തിൻ്റെ ഭാഗ്യസ്ഥാനത്താണ് വക്രസ്ഥിതി മാറി നേർസഞ്ചാരത്തിൽ വരുന്നു എന്നുള്ളത് കൊണ്ട് ആ 11ാം ഭാവരാശിയിൽ ധനകാരകനായിട്ടുള്ള ഗുരുവും കൂടെ നിൽക്കുന്ന സമയമാണ്. ആ ഗുരുവിൻ്റെ ദൃഷ്ടി ഈ 7 ഉള്ള സമയവും കൂടെയാണ്, ബുധനെ ദൃഷ്ടി ചെയ്യുന്നുണ്ട്. അപ്പോൾ പൊതുവെ നമുക്ക് ഈ ബുധനും ഗുരുവൊക്കെ നേർസഞ്ചാരത്തിലാകുന്ന സമയം എന്ന് പറയുമ്പോൾ നമുക്ക് വിദേശത്തൊക്കെ വർക്ക് ചെയ്യുന്നവർക്ക് ഭാഗ്യനേട്ടങ്ങൾ ഉണ്ടാകുന്ന സമയമാണ്. ഇപ്പോൾ ബുധന് അല്പം രാഹുവുമായിട്ടൊക്കെ ചെറിയ ബന്ധമുണ്ട്, കുജനുമായിട്ടും ബന്ധമുണ്ട് ഏപ്രിൽ 1 വരെ. അപ്പോൾ അത് ഈ ബുധന് ചെറിയൊരു അഫ്ലിക്ഷൻ ഉള്ള സമയമായതുകൊണ്ട് നമ്മൾ കഴിവതും എതിർ ലിംഗക്കാരുമായിട്ടുള്ള ആ റിലേഷൻഷിപ്പിൽ അല്ലെങ്കിൽ ഇൻറ്റിമസിയിലൊക്കെ ഒരു ശ്രദ്ധ വേണ്ടുന്ന സമയമാണ്. ഫ്രണ്ട്ഷിപ്പ്, അതുപോലെ സോഷ്യൽ സർക്കിള്, അതുപോലെ ജോയിൻ്റ് സംരംഭങ്ങളിൽ നിന്ന് അതിൽ നിന്നൊക്കെ ചിലർക്ക് ചിലപ്പോൾ ഭാഗ്യാനുഭവങ്ങൾ ഉണ്ടാകാൻ സാധ്യതയുണ്ട്. ബിസിനസ്സിലും ട്രേഡ് ടാക്ടിക്സിലും ഒക്കെ തന്നെ നമുക്ക് നമ്മുടെ കഴിവ് പ്രകടിപ്പിക്കാനാകും. അവയിലെ നിയമപ്രശ്നങ്ങൾ, ഇപ്പോൾ ബിസിനസ് റിലേറ്റഡ് ആയിട്ട് എന്തെങ്കിലുമൊക്കെ നിയമപ്രശ്നങ്ങളൊക്കെ ഉള്ളവർക്ക്, വ്യവഹാരങ്ങളൊക്കെ ഉള്ളവർക്ക് അതൊക്കെ പരിഹരിക്കുന്നതിനും ബിസിനസ്സിലൊക്കെ പ്രോഗ്രസ്സിനൊക്കെ ആ പരിഹാരം വഴിതെളിക്കും എന്നും കൂടെ പറയാം. അപ്പോൾ പൊതുവെ നമുക്ക് ബിസിനസ് കമ്മ്യൂണിക്കേഷൻ, അതുപോലെ ബിസിനസ് മാനേജ്മെൻറ്റ്, ഇവയൊക്കെ തന്നെ അവയിലൊക്കെ നമുക്ക് ശ്രദ്ധ കൊടുക്കാൻ കഴിയുന്ന സമയമായിരിക്കും. ചിലർക്ക് അപ്രതീക്ഷിതമായിട്ടുള്ള മോണിറ്ററി ഗെയിന് ഈ സമയത്ത് ബിസിനസ്സിൽ നിന്നുണ്ടാകുന്നതിനും സാധ്യതയുണ്ട്. അതുപോലെ നമ്മുടെ ആഗ്രഹങ്ങൾ സാധിക്കുന്നതിനും അനുകൂല സമയം എന്ന് തന്നെ പറയാം. ലക്ഷ്യങ്ങളൊക്കെ നേടിയെടുക്കാൻ കഴിയും. പൊതുവെ ഈ കുറുകാരെ സംബന്ധിച്ചിടത്തോളം വായനയിലും അതുപോലെ നിഗൂഢ ശാസ്ത്ര വിഷയങ്ങളിലും ഒക്കെ തന്നെ താല്പര്യം കൂടുന്ന സമയമാണ്. ഇൻ്റലക്ച്വൽ തലത്തിലൊക്കെ തിളങ്ങാനാകും. ചിലർക്ക് ഈ ഹ്യൂമറസ് ആയിട്ട് ഈ പ്രശ്നങ്ങളൊക്കെ കൈകാര്യം ചെയ്യാനൊക്കെ കഴിയും. പ്രത്യേകിച്ച് ആ ബുധൻ ജന്മരാശിയിലൊക്കെ ദൃഷ്ടി ചെയ്യുകയാണ്. അപ്പോൾ പൊതുവെ കറക്റ്റ് തീരുമാനം എടുക്കാൻ കഴിയും. നമുക്ക് ഏത് പ്രശ്നങ്ങളെപ്പറ്റിയും ആഴത്തിൽ പഠിക്കുന്നതിനും അപഗ്രഥിക്കുന്നതിനുള്ളൊരു കഴിവ് ആ ജന്മരാശിയിലെ ബുധൻ്റെ ദൃഷ്ടി കൊണ്ടുണ്ടാകും. അപ്പോൾ പൊതുവെ നമുക്ക് തീരുമാനം എടുക്കുന്നതിൽ എന്തെങ്കിലുമൊക്കെ തടസ്സങ്ങളോ മെല്ലപ്പോക്കോ അല്ലെങ്കിൽ അനിശ്ചിതാവസ്ഥയോ വന്നിട്ടുണ്ടെങ്കിൽ അവയൊക്കെ മാറി നമുക്ക് പ്രോപ്പറായിട്ടുള്ള തീരുമാനം എടുക്കുന്നതിന് ആ ബുധൻ്റെ ജന്മരാശിയിലെ ദൃഷ്ടിയും കൂടെ വഴിതെളിക്കും എന്ന് തന്നെ പറയാം. ഇനി കന്നിക്കൂറുകാർക്കും കന്നി ലഗ്നക്കാർക്കും ബുധൻ കുംഭരാശിയിൽ വക്രസ്ഥിതി മാറി നേർസഞ്ചാരത്തിൽ വരുന്നതിൻ്റെ ഗുണാനുഭവം എന്ന് നോക്കാം. കന്നിക്കൂറുകാരെന്ന് പറയുമ്പോൾ ഉത്തരനക്ഷത്രത്തിൻ്റെ അവസാനത്തെ 3 പാദം, അത്തം, അതുപോലെ ചിത്തിര നക്ഷത്രത്തിൻ്റെ ആദ്യത്തെ 2 പാദത്തിൽ പെടുന്നവരാണ്. ഇപ്പോൾ കന്നിക്കൂറുകാർക്കും കന്നി ലഗ്നക്കാർക്കും ഈ ബുധൻ എന്ന് പറയുന്നത് ജന്മലഗ്ന രാശ്യാധിപനുമാണ്. ആ ബുധൻ കർമ്മസ്ഥാനാധിപനും കൂടിയാണ്, 10ാം ഭാവാധിപനും കൂടിയാണ്. അപ്പോൾ 1ഉം 10ഉം ഭാവാധിപനായിട്ടുള്ള ബുധൻ ഇപ്പോൾ 6ൽ സഞ്ചരിക്കുകയാണ്, വക്രത്തിലാണ് സഞ്ചരിച്ചുകൊണ്ടിരിക്കുന്നത്. മാർച്ച് 21 ആവുമ്പോൾ ആ ജന്മലഗ്ന രാശ്യാധിപൻ വക്രസ്ഥിതിയൊക്കെ മാറി 6ൽ നേർസഞ്ചാരത്തിലാവുന്നുണ്ട്. അപ്പോൾ നമുക്ക് ഈ വർക്ക് പ്ലേസിൽ എന്തെങ്കിലുമൊക്കെ പ്രശ്നങ്ങൾ വന്നവർക്ക് അതിന് സഡനായിട്ട് ഒരു വിരാമം അവിടെ ഉണ്ടാകും, ഒരു പരിഹാരം അവിടെ ഉണ്ടാകും. കോവർ കേസുമായിട്ടുള്ള തെറ്റിദ്ധാരണകളൊക്കെ മാറും, തൊഴിലിലെ കൺഫ്യൂഷനൊക്കെ മാറി, നമുക്ക് ഉത്തരവാദിത്വമില്ലായ്മ ഇവയൊക്കെ മാറി നമുക്ക് വർക്കിലൊക്കെ ഫോക്കസ് കൂടാവുന്ന സമയമാണ്. തൊഴിൽ പ്രശ്നങ്ങൾ മാറാവുന്ന സമയം എന്ന് തന്നെ പറയാം. തൊഴിലിടത്ത് എന്തെങ്കിലുമൊക്കെ നിയമപ്രശ്നങ്ങളുണ്ടെങ്കിൽ ആ നിയമപ്രശ്നങ്ങൾ പരിഹരിക്കും. വായ്പ കിട്ടുന്നതിനുള്ള തടസ്സങ്ങളൊക്കെ മാറുന്നതിന് സാധ്യതയുണ്ട്. അല്ലെങ്കിൽ വായ്പ കിട്ടുന്നതിന് എന്തെങ്കിലുമൊക്കെ ഡിലേ വന്നിട്ടുണ്ടെങ്കിൽ ആ ഡിലേ മാറി നമുക്ക് വായ്പ സ്പീഡിയായിട്ട് വായ്പ കിട്ടുന്നതിനൊക്കെ 6ലെ ബുധൻ്റെ നേർസഞ്ചാരം വഴിതെളിക്കും. മാത്രമല്ല ഈ ചില മേഖലകൾ, പ്രത്യേകിച്ച് ഇപ്പോൾ ആർമി, അതായത് ഈ ഡിഫൻസ് ഫോഴ്സിലൊക്കെ വർക്ക് ചെയ്യുന്നവർ, ഹെൽത്ത് സർവീസ് മേഖലയിൽ വർക്ക് ചെയ്യുന്നവർ, ലീഗൽ സർവീസുമായിട്ട് ജുഡീഷ്യറിയിൽ വർക്ക് ചെയ്യുന്നവർ, അതുപോലെ മറ്റ് സേവന മേഖലകളിലൊക്കെ വർക്ക് ചെയ്യുന്നവരെ സംബന്ധിച്ചിടത്തോളം 6ൽ ആ ബുധൻ്റെ വക്രസ്ഥിതി മാറി, പ്രത്യേകിച്ച് ജന്മ ലഗ്ന രാശാധിപനാണ് 6ൽ വക്രത്തിൽ സഞ്ചരിക്കുന്നത്. അപ്പോൾ ആ സേവന മേഖലകളിൽ നമുക്ക് വന്ന മെല്ലപ്പോക്ക് ഒക്കെ മാറി അവർക്ക് ആ സേവനാധിഷ്ഠിതമായ മേഖലകളിൽ വളരെ ഗുണാനുഭവം ഉണ്ടാകുന്ന സമയം എന്ന് പറയാം.
ആരോഗ്യ പ്രശ്നങ്ങൾ ഉള്ളവർക്കും ആശ്വാസം ഉണ്ടാകും. പ്രത്യേകിച്ച് ജന്മലഗ്ന രാശിയാധിപൻ വക്രത സഞ്ചരിക്കുകയായിരുന്നു. അപ്പോൾ നമുക്ക് എന്തെങ്കിലുമൊക്കെ അലർജി, സ്കിൻ റിലേറ്റഡ് ആയിട്ട് നെർവസ് ട്രബിളൊക്കെ ഉള്ളവർക്ക് സംബന്ധിച്ചിടത്തോളം, നെർവ് റിലേറ്റഡ് ആയിട്ട് പ്രശ്നങ്ങൾ ഉള്ളവരെ സംബന്ധിച്ചിടത്തോളം അതൊക്കെ നമുക്ക് മാറുന്നതിന്, അതുപോലെ ആരോഗ്യസ്ഥിതിയൊക്കെ ഇമ്പ്രൂവ് ചെയ്യുന്നതിനൊക്കെ അനുകൂലമായിട്ടുള്ള സമയമായിട്ടും കൂടെ കാണുന്നുണ്ട്. പൊതുവേ നമുക്ക് തൊഴിൽ അവസരങ്ങളൊക്കെ ഉണ്ടാകുന്ന സമയമാണ്. ശത്രുക്കളുടെയൊക്കെ ശല്യമൊക്കെ കുറയുന്ന സമയമാണ്. അതുപോലെ നമുക്ക് എന്തെങ്കിലും തർക്കങ്ങളോ തടസ്സങ്ങളോ ഒക്കെ വന്നിട്ടുണ്ടെങ്കിൽ നമുക്ക് ആ ബുദ്ധി കൊണ്ട് യുക്തിസുഖമായിട്ടുള്ള നമുക്ക് തീരുമാനം, നമുക്ക് ആ ബുദ്ധി ഉപയോഗിച്ച് യുക്തിസുഖമായിട്ടുള്ള തീരുമാനമൊക്കെ എടുക്കാൻ കഴിയും. അങ്ങനെ നമുക്ക് ആ തടസ്സങ്ങളെയും തർക്കങ്ങളെയൊക്കെ പരിഹരിക്കാൻ കഴിയും. കോമ്പറ്റേറ്റീവ് എക്സാമിനേഷനിൽ പങ്കെടുക്കുന്നവരെ സംബന്ധിച്ചിടത്തോളം അവർക്ക് കോമ്പറ്റേറ്റീവ് സ്പിരിറ്റ് കൂടുന്ന സമയമാണ്. ഊർജ്ജസ്വലത കൂടും. അവർക്ക് വിജയത്തിനൊക്കെ സാധ്യതയുണ്ട്. ബുധൻ 10ാം ഭാവാധിപനും കൂടിയാണ്. ആ 10ന്റെ ഭാഗ്യസ്ഥാനത്താണ് ആ ബുധൻ നിൽക്കുന്നത്. അത് വക്രത്തിൽ സഞ്ചരിക്കുന്നത്. ആ വക്രസ്ഥിതി ബുധന് മാർച്ച് 21 മുതൽ മാറുമ്പോൾ സ്വാഭാവികമായിട്ടും അത് ഈ തൊഴിൽപരമായിട്ട് ഭാഗ്യാനുഭവങ്ങൾ ഉണ്ടാക്കുമെന്ന് പറയാം. പ്രത്യേകിച്ച് ബുധന് ചെറിയ അഫ്ലിക്ഷനൊക്കെ ഉണ്ട്. ഇവിടെ കുജൻ്റെയും അതുപോലെ രാഹുവിൻ്റെയൊക്കെ സ്ഥിതി അവിടെ ഉണ്ടെങ്കിൽ തന്നെയും ഗുരുവിൻ്റെ ദൃഷ്ടി, പ്രത്യേകിച്ച് 10ൽ ആ ഗുരു നേർസഞ്ചാരത്തിൽ നിൽക്കുകയാണ്. അപ്പോൾ ആ 10ൽ നേർസഞ്ചാരത്തിലായിട്ടുള്ള ഗുരു 10ാം ഭാവാധിപനായ ബുധനെ നേർസഞ്ചാരത്തിൽ ദൃഷ്ടി ചെയ്യുന്ന സമയം കൂടെയൊക്കെ ആയതുകൊണ്ട് പ്രത്യേകിച്ച് നമുക്ക് ഈ ഉയർന്ന തൊഴിൽ അല്ലെങ്കിൽ തൊഴിലിൽ ഒരു ഉയർച്ചയൊക്കെ ആഗ്രഹിക്കുന്നവർ, പ്രൊമോഷൻ ആഗ്രഹിക്കുന്നവർക്ക് അനുകൂലമായിട്ടുള്ള ഒരു സമയമായിരിക്കും. വർക്ക് ചലഞ്ചസ് ഒക്കെ മാറും, അതൊക്കെ പരിഹരിക്കും. മുതിർന്നവരുടെ അതുപോലെ മേലുദ്യോഗസ്ഥരുടെ ഇടപെടൽ, പ്രത്യേകിച്ച് അവർക്ക് അവരുടെ തൊഴിലിലൊക്കെ വളരെ ഗുണാനുഭവം ഉണ്ടാക്കും. ടെസ്റ്റിലും ഇൻ്റർവ്യൂവിലൊക്കെ പങ്കെടുക്കുന്ന ഉദ്യോഗാർത്ഥികളെ സംബന്ധിച്ചിടത്തോളം അവർക്ക് ആത്മവിശ്വാസം കൂടുന്ന സമയമാണ്. അത് അവർക്ക് ടെസ്റ്റിലൊക്കെ വിജയം കൈവരിക്കുന്നതിനും അതുപോലെ ദൈനംദിന പ്രവർത്തനങ്ങളിലൊക്കെ ശ്രദ്ധ കൂടുന്നതിനൊക്കെ സാധ്യതയുണ്ട്. ബുധൻ ബിസിനസ് കാരകനും കൂടെ ആയതുകൊണ്ട് നമുക്ക് ഈ മത്സരങ്ങളെയൊക്കെ, ഇപ്പോൾ ബിസിനസ്സിൽ ഈ കോമ്പറ്റീഷനൊക്കെ അതിജീവിക്കേണ്ടുന്ന എന്തെങ്കിലുമൊക്കെ ബുദ്ധിമുട്ടുകൾ വന്നിട്ടുണ്ടെങ്കിൽ അവയൊക്കെ മാറി കോമ്പറ്റീഷനൊക്കെ അതിജീവിക്കാനാകും. തൊഴിൽപരമായിട്ടും ബിസിനസ് പരമായിട്ടും വളരെ ഗുണാനുഭവം ഉണ്ടാകും. തൊഴിലും ബിസിനസ്സുമായിട്ട് ബന്ധപ്പെട്ട വ്യവഹാരങ്ങളിലൊക്കെ തന്നെ വിജയം പ്രതീക്ഷിക്കാവുന്ന സമയമാണ്. പ്രത്യേകിച്ച് ആ ബുധൻ 6ാം ഭാവരാശിയിൽ വക്രസ്ഥിതി മാറി നേർസഞ്ചാരത്തിൽ വരിക വഴി കന്യക്കൂറുകാർക്കും കന്യലഗ്നക്കാർക്കും ഉണ്ടാകുന്നത്. ഇനി തുലാക്കൂറുകാർക്കും തുലാലഗ്നക്കാർക്കും ബുധൻ കുംഭരാശിയിൽ വക്രസ്ഥിതി മാറി നേർസഞ്ചാരത്തിൽ വരുന്നത് എന്ത് ഗുണാനുഭവം ഉണ്ടാക്കും നോക്കാം. തുലാക്കൂറുകാരെന്ന് പറയുമ്പോൾ ചിത്ര നക്ഷത്രത്തിൻ്റെ അവസാനത്തെ 2 പാദം, ചോതി, അതുപോലെ വിശാഖ നക്ഷത്രത്തിൻ്റെ ആദ്യത്തെ 3 പാദത്തിൽ പെടുന്നവരാണ്. ഇപ്പോൾ തുലാക്കൂറുകാർക്കും തുലാലഗ്നക്കാർക്കും ബുധൻ ഭാഗ്യഭാവാധിപനുമാണ്. ബുധൻ 12ാം ഭാവാധിപനുമാണ്. അപ്പോൾ ആ ബുധൻ 5ലാണ് ഇപ്പോൾ സഞ്ചരിച്ചുകൊണ്ടിരിക്കുന്നത്, വക്രത്തിലാണ് സഞ്ചരിക്കുന്നത്. മാർച്ച് 21 ആകുമ്പോൾ ആ ബുധൻ 5ൽ വക്രസ്ഥിതിയൊക്കെ മാറി നേർസഞ്ചാരത്തിലാവുന്നു. അപ്പോൾ 9ാം ഭാവാധിപനായിട്ടുള്ള ബുധൻ 5ൽ വക്രസ്ഥിതി മാറുന്നത് പ്രത്യേകിച്ച് പിതാവിന് ഗുണാനുഭവം നൽകുന്ന സമയമെന്ന് പറയാം. സന്താനത്തിന് ഭാഗ്യാനുഭവങ്ങൾ ഉണ്ടാകുന്ന സമയമെന്ന് പറയാം. പഠിതാക്കൾക്ക് ആലസ്യം മാറുന്ന സമയമെന്ന് പറയാം. ഇൻ്റലക്ച്വൽ തലത്തിലും ക്രിയേറ്റീവ് തലത്തിലും ടീച്ചിങ് തലത്തിലും പ്രീച്ചിങ് തലത്തിലുമൊക്കെ വർക്ക് ചെയ്യുന്നവർക്ക് അവരുടെ ആ മേഖലയിലൊക്കെ തിളക്കം ഉണ്ടാകുന്ന സമയമെന്ന് പറയാം. കമ്മ്യൂണിക്കേഷനൊക്കെ ഇമ്പ്രൂവ് ചെയ്യുന്ന സമയമാണ്. നമുക്ക് എന്തെങ്കിലും കാര്യങ്ങളിൽ കറക്റ്റായിട്ടൊരു തീരുമാനം എടുക്കാൻ കഴിയാത്തൊരവസ്ഥ വന്നിട്ടുണ്ടെങ്കിൽ അതൊക്കെ മാറി പ്രോപ്പറായിട്ടുള്ള ആ ഡിസിഷൻ എടുക്കാനൊക്കെ നമുക്ക് കഴിയുന്ന സമയമാണ് 5ൽ ആ ബുധൻ വക്രസ്ഥിതി മാറി നേർസഞ്ചാരത്തിൽ വരുന്നത്. ആത്മീയ കാര്യങ്ങളിലൊക്കെ ഫോക്കസ് കൂടും. മന്ത്രസിദ്ധി, ഉപാസനാദി കാര്യങ്ങളിലൊക്കെ ഫോക്കസ് കൂടുന്ന സമയമാണ്. തീർത്ഥാടന കേന്ദ്രങ്ങൾ സന്ദർശിക്കുന്നതിനൊക്കെ സാധ്യതയുണ്ട്. ഗുരുക്കന്മാരെ കണ്ടുമുട്ടുന്നതിനും അവരുടെ ഗൈഡൻസ് ഒക്കെ കിട്ടുന്നതിനും ഒക്കെ സാധ്യതയുണ്ട്. അതുപോലെ തന്നെ ബുധൻ 12ാം ഭാവാധിപനും കൂടിയാണ് എന്നുള്ളത് കൊണ്ട് 12ാം ഭാവാധിപനായിട്ടുള്ള ബുധൻ 5ൽ വക്രത്തിൽ സഞ്ചരിച്ചുകൊണ്ടിരിക്കുന്ന സമയമാണ്. അപ്പോൾ സന്താനങ്ങളിൽ നിന്നൊക്കെ എന്തെങ്കിലും സന്തോഷക്കുറവിനോ സന്താന ലബ്ധിക്കായിട്ട് കാത്തിരിക്കുന്നവർക്ക് എന്തെങ്കിലും ആരോഗ്യ പ്രശ്നങ്ങളൊക്കെ ചിലപ്പോൾ ഈ 12ാം ഭാവാധിപനായിട്ടുള്ള ബുധൻ 5ൽ നിൽക്കുക വഴി ചിലപ്പോൾ ഉണ്ടായെന്ന് വരാം. അവിടെ നമ്മൾ ഒരു കെയർ കൊടുക്കണം. അതുപോലെ 5ലെ ബുധൻ എന്ന് പറയുന്നത് നമുക്ക് ബുദ്ധിശക്തിയൊക്കെ കൂട്ടും, നമുക്ക് നല്ല ചിന്തകളുണ്ടാകും. അതുപോലെ തന്നെ പ്രത്യേകിച്ച് സനാതനപരമായ വിഷയങ്ങളിലൊക്കെ ഫോക്കസ് കൊടുക്കുന്ന സമയമാണ്. 5 നിൽക്കുന്ന ബുധനെ
9-ൽ നിൽക്കുന്ന നേർസഞ്ചാരത്തിലുള്ള ആ ഗുരു ദൃഷ്ടി ചെയ്യുന്നുണ്ട്. അത് നമുക്ക് ആത്മീയ വിഷയങ്ങളിൽ അറിവ് കൂട്ടും, ഉപാസനാദി കാര്യങ്ങളിൽ ഫോക്കസ് കൂട്ടും, മന്ത്രസിദ്ധിയൊക്കെ ഉണ്ടാകാവുന്ന സമയമാണ്. ഇപ്പം മെൻ്റൽ കോൺഫ്ലിക്റ്റ് ഒക്കെ മാറി നമുക്ക് ഒരു മെൻ്റൽ കൺഫ്യൂഷനൊക്കെ മാറുന്ന സമയമാണ്. മനസ്സിനൊരു സമാധാനമൊക്കെ കിട്ടുന്ന സമയമാണ്. അങ്ങനെ മനസ്സിനൊക്കെ സമാധാനം കിട്ടുമ്പോൾ സ്വാഭാവികമായിട്ടും നമുക്കൊരു തീരുമാനം എടുക്കാനൊക്കെ വളരെ ശാന്തമായ അന്തരീക്ഷത്തിലൊക്കെ തീരുമാനം എടുക്കാൻ കഴിയുന്ന ഒരു മാനസികാവസ്ഥ 5-ലെ ബുധൻ്റെ വക്രസ്ഥിതി മാർഗ വഴി ഈ തുലാക്കൂറുകാർക്കും തുലാലഗ്നക്കാർക്കും ഉണ്ടാകും. അതുപോലെ തന്നെ ഉന്നത പഠനമൊക്കെ നടത്തുന്നവരെ സംബന്ധിച്ചിടത്തോളം അവർക്ക് ആ പഠനത്തിലൊക്കെ ആലസ്യം മാറി പഠനത്തിലൊക്കെ ഫോക്കസ് കൂടും. ഉന്നത പഠനം ആഗ്രഹിക്കുന്നവർക്ക് ഇപ്പോൾ അതിനുള്ള അവസരങ്ങളുണ്ടാകും. പഠനത്തിന് അഡ്മിഷനൊക്കെ സാധ്യമാകും. സ്പെക്കുലേറ്റീവ് ബിസിനസ്, അതുപോലെ ഓഹരി വിപണി, ഇവയിലൊക്കെ നമുക്ക് ഉണ്ടായിട്ടുള്ള ആ ചഞ്ചലാട്ടമൊക്കെ ഒന്ന് മാറി കറക്റ്റ് തീരുമാനമൊക്കെ എടുക്കാൻ കഴിയും. കമിതാക്കൾക്കിടയിലുണ്ടായ തെറ്റിദ്ധാരണകളൊക്കെ മാറും. കമ്മ്യൂണിക്കേഷനൊക്കെ സ്മൂത്താകും. സഹോദരങ്ങൾക്ക് ഭാഗ്യനേട്ടങ്ങൾ ഉണ്ടാകുന്നതിനും സാധ്യതയുണ്ട്. അതുപോലെ തന്നെ പൊതുവെ അവർക്കൊക്കെ ഗുണാനുഭവങ്ങൾ ഉണ്ടാകുന്ന സമയമാണ്. അറിവ്, ബുദ്ധിശക്തി, ഈശ്വര കടാക്ഷം ഒക്കെ ഉണ്ടാകുന്ന സമയമാണ്. ഇതൊക്കെ തന്നെ നമുക്ക് സാമ്പത്തിക നേട്ടങ്ങൾക്കും നമ്മുടെ ആഗ്രഹങ്ങൾ സഫലമാകുന്നതിനും വഴിതെളിക്കും. പ്രത്യേകിച്ച് 11-ാം ഭാവരാശിയിൽ ബുധൻ്റെ ദൃഷ്ടിയൊക്കെ വരുന്നുണ്ട്. അപ്പോൾ ചിലപ്പോൾ വിദേശ ബന്ധം വഴിയൊക്കെ നമുക്ക് സാമ്പത്തിക നേട്ടങ്ങളൊക്കെ ഉണ്ടാകാം, അല്ലെങ്കിൽ നിയമപരമായിട്ടുള്ള പ്രശ്നങ്ങളിൽ നിന്ന് സാമ്പത്തിക നേട്ടം ഉണ്ടാകാം. പൊതുവെ നമുക്ക് എക്കോണമിക്കലായിട്ടും ബെനിഫിറ്റ് ഉണ്ടാകുന്ന ഒരു സമയമായിട്ട് ഈ ബുധൻ്റെ 11-ലെ ദൃഷ്ടി വഴിതെളിക്കുമെന്ന് പറയാം. ഇനി വൃശ്ചികക്കൂറുകാർക്കും വൃശ്ചിക ലഗ്നക്കാർക്കും ബുധൻ കുംഭരാശിയിൽ വക്രസ്ഥിതി മാറുന്നത് എന്ത് ഇമ്പാക്റ്റ് ഉണ്ടാക്കും നോക്കാം. വൃശ്ചികക്കൂറുകാരെന്ന് പറയുമ്പോൾ വിശാഖ നക്ഷത്രത്തിൻ്റെ അവസാനത്തെ പാദം, അനിഴം, തൃക്കേട്ട നക്ഷത്രക്കാരാണ്. അപ്പോൾ വൃശ്ചികക്കൂറുകാർക്കും വൃശ്ചിക ലഗ്നക്കാർക്കും 8ഉം 11ഉം ഭാവാധിപനാണ് ബുധൻ. ആ 8ഉം 11ഉം ഭാവാധിപനായിട്ടുള്ള ബുധൻ ഇപ്പോൾ 4-ാം ഭാവരാശിയിൽ സഞ്ചരിക്കുകയാണ്. വക്രത്തിലാണ് സഞ്ചരിക്കുന്നത്. മാർച്ച് 21 ആകുമ്പോൾ ആ വക്രത്തിൽ സഞ്ചരിക്കുന്ന ബുധൻ വക്രസ്ഥിതിയൊക്കെ മാറി നേർസഞ്ചാരത്തിലാകുകയാണ്. അപ്പോൾ പ്രത്യേകിച്ച് ഫാമിലി തലത്തിൽ അല്ലെങ്കിൽ ഫാമിലി തലത്തിൽ വന്ന ആ തെറ്റിദ്ധാരണകളൊക്കെ മാറും. ഫാമിലി തലത്തിലൊക്കെ കമ്മ്യൂണിക്കേഷൻ ഇമ്പ്രൂവ് ചെയ്യുന്ന സമയം എന്ന് പറയാം. ബന്ധുക്കളുമായിട്ടുള്ള പ്രശ്നങ്ങൾ, സാമ്പത്തിക തർക്കങ്ങൾ, പ്രോപ്പർട്ടി റിലേറ്റഡ് ആയിട്ടുള്ള ഇഷ്യൂസ്, ഇവയൊക്കെ നമുക്ക് പരസ്പരം ചർച്ചയിലൂടെ പരിഹരിക്കാൻ കഴിയുന്ന സമയമായിരിക്കും ആ 4-ലെ ബുധൻ നേർസഞ്ചാരത്തിൽ വരിക വഴി ഉണ്ടാകുന്നത്. അതുപോലെ കുടുംബത്തിലെ പ്രശ്നങ്ങളൊക്കെ പരിഹരിക്കും. തൊഴിലൊക്കെ നമുക്ക് ഫോക്കസ് കൂടുന്ന സമയമാണ്. തൊഴിലിടത്ത് പ്രത്യേകിച്ച് ഈ കമ്മ്യൂണിക്കേഷൻ ഇമ്പ്രൂവ് ചെയ്യുന്നത് വളരെ ഗുണം ചെയ്യും. റിയൽ എസ്റ്റേറ്റ് ബിസിനസ്സിലൊക്കെ വന്ന ആ സ്റ്റംബ്ലിംഗ് ബ്ലോക്ക്, ആ തടസ്സങ്ങളൊക്കെ മാറും. അതുപോലെ റിയൽ എസ്റ്റേറ്റുമായിട്ട് ബന്ധപ്പെട്ടൊക്കെയുള്ള ചർച്ചകൾ പുനരാരംഭിക്കും. വീട്, അതുപോലെ വാഹനം, ഇവയൊക്കെ വാങ്ങുന്നതിൽ വന്ന കൺഫ്യൂഷൻ അല്ലെങ്കിൽ കാലതാമസം അല്ലെങ്കിൽ തടസ്സങ്ങൾ, ഇവയൊക്കെ ആ ബുധൻ്റെ 4-ലെ നേർസഞ്ചാരം വഴി നമുക്കുണ്ടാകും. ഇപ്പം 4-ലൊക്കെ രാഹു നിൽക്കുന്നുണ്ട്. രാഹു നിൽക്കുന്നതൊന്നും നമുക്ക് വീട്, വാഹനം അല്ലെങ്കിൽ റിയൽ എസ്റ്റേറ്റ് ബിസിനസ്സിനൊന്നും ഒരു തടസ്സം ഉണ്ടാക്കണമെന്നില്ല. അവയിലൊക്കെ നമുക്ക് ഒരു ഊർജ്ജസ്വലതയൊക്കെ ഉണ്ടാകും. എങ്കിലും ബുധനും രാഹുവും ഒക്കെ അടുത്ത് നിൽക്കുമ്പോൾ നമുക്ക് ഡിസിഷൻ മേക്കിങ്ങിൽ അല്പം ശ്രദ്ധ വേണം. പ്രത്യേകിച്ച് സഡനായിട്ടുള്ള തീരുമാനങ്ങൾ എടുക്കാതിരിക്കാൻ ശ്രദ്ധിക്കുക. ഇപ്പോൾ 4-ൽ നിൽക്കുന്ന ബുധൻ നേർസഞ്ചാരത്തിലാകുകയാണ്. അപ്പോൾ ഗുരുവും നേർസഞ്ചാരത്തിൽ ബുധനെ ദൃഷ്ടി ചെയ്യുന്ന സമയമാണ്. പ്രത്യേകിച്ച് 8-ലാണ് ആ ഗുരു നിൽക്കുന്നത്. 8-ാം ഭാവാധിപനും കൂടിയാണ് ആ ബുധൻ. അപ്പോൾ 8-ാം ഭാവാധിപനായിട്ടുള്ള ബുധൻ 4-ാം ഭാവരാശിയിൽ വക്രത്തിൽ സഞ്ചരിച്ചപ്പോൾ നമുക്ക് ഇൻഹെറിറ്റൻസ് റിലേറ്റഡ് ആയിട്ട് എന്തെങ്കിലുമൊക്കെ ഇഷ്യൂസ് ഉണ്ടെങ്കിൽ ആ ഇഷ്യൂസ് നമുക്ക് ചർച്ചകളിലൂടെ പരിഹരിക്കാൻ കഴിയും. അതുപോലെ നമുക്ക് റിസർച്ച് റിലേറ്റഡ് വർക്ക് ചെയ്യുന്നവർ, അന്വേഷണ ഏജൻസിയിൽ വർക്ക് ചെയ്യുന്നവർ, ഇൻഷുറൻസ്, ആഡിറ്റിംഗ്, അക്കൗണ്ടിങ് ഇത്യാദി മേഖലകളിൽ വർക്ക് ചെയ്യുന്നവർക്ക് വർക്കിൽ എന്തെങ്കിലുമൊക്കെ പ്രശ്നങ്ങൾ വന്നിട്ടുണ്ടെങ്കിൽ ആ പ്രശ്നങ്ങളൊക്കെ പരിഹരിക്കുന്നതിന് ഈ പ്രത്യേകിച്ച് അഷ്ടമഭാവാധിപനായിട്ടുള്ള ബുധൻ 4-ല് വക്രസ്ഥിതി മാറി നേർസഞ്ചാരത്തിൽ വരിക വഴി നമുക്ക് ഗുണാനുഭവം ഉണ്ടാക്കും എന്ന് തന്നെ പറയാം. അതുപോലെ തന്നെ നമുക്ക് ഈ മുതിർന്നവരുടെയൊക്കെ ഇടപെടൽ അല്ലെങ്കിൽ അവരുടെയൊക്കെ ഗൈഡൻസ്, അവരുടെയൊക്കെ മാർഗനിർദ്ദേശങ്ങൾ ഈ സമയത്ത് നമുക്ക് പ്രത്യേകിച്ച് നമ്മുടെ കുടുംബാന്തരീക്ഷം, കുടുംബത്തിലെ പ്രശ്നങ്ങളൊക്കെ ചർച്ച ചെയ്യുന്നതിനും അതുപോലെ കുടുംബാന്തരീക്ഷം സമാധാനമാകുന്നതിനൊക്കെ തന്നെ അത് വഴിതെളിക്കും. പ്രത്യേകിച്ച് കുടുംബ അംഗങ്ങളുടെ ഇടയിലുണ്ടായ ആ തെറ്റിദ്ധാരണകളൊക്കെ മാറുന്നതിനും ആ ഗുരുവിൻ്റെ ആ 4-ലെ ദൃഷ്ടി വഴിതെളിക്കും. ബുധൻ 11-ാം
ഭാവാധിപനും കൂടിയാണ്. അപ്പോൾ ഈ 11ാം ഭാവാധിപനായിട്ടുള്ള ബുധൻ 4 വക്രത്തിൽ സഞ്ചരിക്കുക എന്ന് പറയുമ്പോൾ ഇപ്പോൾ റിയൽ എസ്റ്റേറ്റ് ബിസിനസ്, അല്ലെങ്കിൽ കൃഷി, അല്ലെങ്കിൽ നമുക്ക് ഈ റെൻ്റൽ ഇൻകം, ഇപ്പോൾ വീടൊക്കെ വാടകയ്ക്ക് അല്ലെങ്കിൽ ഈ ബിൽഡിംഗ് ഒക്കെ വാടകയ്ക്ക് കൊടുത്ത് ആ റെൻ്റൽ ഇൻകം ഒക്കെ കിട്ടുന്നത്. അപ്പോൾ അതുപോലെ തന്നെ ഈ വെഹിക്കിൾ ഡീലിങ്സ് നടത്തുന്നവർ, അവർക്കൊക്കെ തന്നെ ഈ 4ാം ഭാവരാശിയിൽ ബുധൻ വക്രസ്ഥിതി വരിക വഴി ചില ബുദ്ധിമുട്ടുകൾ ഉണ്ടായിട്ടുണ്ട്. ആ ബുദ്ധിമുട്ടുകളൊക്കെ മാറി അവർക്ക് അവരുടെ ഡീലിങ്സിലൊക്കെ പ്രത്യേകിച്ച് നേട്ടങ്ങളുണ്ടാകും. അവർ ആഗ്രഹിക്കുന്ന രീതിയിൽ അവരുടെ റിയൽ എസ്റ്റേറ്റിലായാലും ബിസിനസ്സിലായാലും കൃഷിയിലായാലും അവരുടെ റെൻ്റൽ ഇൻകം ഒക്കെ വർദ്ധിക്കുന്നതിനൊക്കെ സാധ്യതയുള്ള സമയമാണ്. പഠിതാക്കളെ സംബന്ധിച്ചിടത്തോളം അവർക്ക് ഈ സ്കോളർഷിപ്പൊക്കെ കിട്ടുന്നതിന് എന്തെങ്കിലുമൊക്കെ തടസ്സങ്ങൾ വന്നിട്ടുണ്ടെങ്കിൽ ആ തടസ്സങ്ങളൊക്കെ മാറിക്കിട്ടും. അതുപോലെ കുടുംബത്തിലൊക്കെ കമ്മിറ്റ്മെൻറ്റ്, ഉത്തരവാദിത്വമൊക്കെ കൂടുന്നതിനും ആ 4 ബുധൻ്റെ വക്രസ്ഥിതി മാറുന്നത് വഴി നമുക്ക് വഴിയൊരുക്കുമെന്ന് പറയാം. മാതാവുമായിട്ട് എന്തെങ്കിലും പ്രശ്നങ്ങളുണ്ടെങ്കിൽ ആ പ്രശ്നങ്ങളൊക്കെ പരിഹരിക്കും. പഠിതാക്കൾക്ക് പഠനത്തിലൊക്കെ വന്ന അലസ്യമൊക്കെ മാറിക്കിട്ടും, പഠനത്തിലൊക്കെ ഫോക്കസ് കൂടും. അപ്പോൾ തൊഴിലിടത്തൊക്കെ നമുക്ക് ഒരു പ്രാക്ടിക്കൽ സ്കില്ലൊക്കെ അപ്ലൈ ചെയ്യാൻ കഴിയുന്ന സമയമാണ്. തൊഴിലിടത്ത് കറക്റ്റ് തീരുമാനം എടുക്കാൻ കഴിയും. അപ്പോൾ തൊഴിലിലായാലും ഫാമിലിയിലായാലും നമുക്ക് ഒരു സമാധാന അന്തരീക്ഷം തൊഴിലിടത്തും ഉണ്ടാകും, കുടുംബത്തിലും ഉണ്ടാകുന്നതിന് 4 ആ ബുധൻ്റെ വക്രസ്ഥിതി മാറുന്നത് കൊണ്ട് കഴിയുമെന്ന് പറയാം. അതുപോലെ തന്നെ ബുദ്ധിശക്തിയൊക്കെ കൂടും, ബുദ്ധിശക്തിയും അറിവും ഒക്കെ കൂടുന്ന സമയമാണ്. അപ്പോൾ അതൊക്കെ നമുക്ക് പ്രത്യേകിച്ച് ഈ തൊഴിലിടത്തൊക്കെ നമുക്ക് മേലുദ്യോഗസ്ഥരെയൊക്കെ സ്വാധീനിക്കാനുള്ള ഒരു കഴിവ് പ്രത്യേകിച്ച് നമ്മുടെ അറിവും നമ്മുടെ ബുദ്ധിയും ഒക്കെ ഉപയോഗിച്ച് അത് കൂടുക വഴി അവരെ സ്വാധീനിക്കാനൊക്കെ കഴിയുന്ന സമയമായിരിക്കും. അപ്പോൾ ഏറ്റെടുക്കുന്ന പ്രവർത്തനങ്ങളൊക്കെ വിജയപ്രദമാക്കുന്നതിനും 4 ബുധൻ്റെ വക്രസ്ഥിതി മാർഗ വഴിയൊരുക്കും എന്ന് തന്നെ പറയാം. ഇനി നമുക്ക് ഈ വീഡിയോ ഇഷ്ടപ്പെട്ടുവെങ്കിൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക. അതുപോലെ സബ്സ്ക്രൈബ് ചെയ്യാത്തവർ സബ്സ്ക്രൈബ് ചെയ്ത് കാണുക. മറ്റൊരു വിഷയമായി അടുത്ത വീഡിയോയിൽ കാണാം. നമസ്കാരം.